അങ്ങനെ മക്കാട്ടിൽ നിന്ന് ഞങ്ങൾ തക്കത്തായ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഒരു ടാക്സി കിട്ടി. പല വണ്ടിക്കാരോടും ചോദിച്ചപ്പോൾ പല റേറ്റായിരുന്നു. 6000, 5500, 4500. ലാസ്റ്റ് ടാക്സിക്കാരോട് ചോദിച്ചപ്പം ഒരാൾ മീറ്റർ ചാർജിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റർ ചാർജിൽ 1500 രൂപയ്ക്ക് ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ ഫിലിപ്പീൻസ് മണി കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തകത്തായിലെത്തി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും പുറത്തുനിന്ന് കണ്ടിട്ട് നല്ല അടിപൊളി സെറ്റപ്പാണെന്ന് തോന്നുന്നു. 2.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു മക്കാട്ടിൽ നിന്ന് ഇവിടെ വരെ എത്താനായിട്ട്. അപ്പം അത് ഞങ്ങൾ ഹൈവേ കൂടെ പോകുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് എത്തി. കുഴപ്പമില്ലായിരുന്നു, സംഭവം എല്ലാം സെറ്റാണ്. ഇനി ഇതാണ് ഇവിടുത്തെ ലോബി. നല്ല അടിപൊളി ലോബിയും അടിപൊളി സെറ്റപ്പുമാണ്. ഇതാ 4th ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടിയത്. 401 ആണ് റൂം നമ്പർ. ഇനി റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളി റൂമാണ് കേട്ടോ. ഇത് കണ്ടോ, ചെന്ന് കയറിയ പാടെ ഒരു ചെറിയ ടേബിളും കസേരയും, പിന്നെ എന്താ പറയുക 2 സിംഗിൾ ബെഡും ഒക്കെയുണ്ട്. എന്തായാലും ധാരാളം, നമുക്ക് താമസിക്കാൻ ഇത് ധാരാളം. ബാത്റൂമൊക്കെ അടിപൊളിയാണ്. ടിഷ്യൂ കാര്യങ്ങൾ, ഷാമ്പൂ എല്ലാം അതെല്ലാം വെച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള പുറത്തോട്ടുള്ള വ്യൂ കേട്ടോ. ഇത്രയും വണ്ടികളൊക്കെ ഇപ്പോൾ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു 2 മണി 3 മണി ആയിപ്പോൾ ഇവിടെ എത്തുമ്പോൾ. ഇവിടെ തൊട്ടടുത്ത് അപ്പുറത്താണ് കാണുന്ന ഷോപ്പിംഗ് മാളാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതെല്ലാം അവിടെയൊക്കെ ഒന്ന് കറങ്ങി ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഇതാ ഏതായാലും ഒരു ഓട്ടോറിക്ഷക്കാരനെ കിട്ടി. പുള്ളി കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇവിടെ ഒരു പിക്നിക് സ്പോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഇവിടെ എല്ലാം പച്ചപ്പും ഹരിതാപവും ഒക്കെ തന്നെയാണ് കേട്ടോ. റോഡൊക്കെ പിന്നെ അടിപൊളി റോഡുകളാണ് എല്ലായിടത്തും കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയ നല്ല റോഡൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ക്ലീൻ സിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത്ര ഇതൊന്നുമല്ല, ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പോലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ പിക്നിക് സ്പോട്ട് എന്ന് പറഞ്ഞത്. നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനും. ഇതാ കേട്ടോ, നല്ല സംഭവം. പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഏതായാലും ഫുള്ള് പട്ടം പറപ്പിക്കലും അങ്ങനെ എല്ലാവരും നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളിയ സ്ഥലമാണ്. പിന്നെ വ്യൂവും കൊള്ളാം. ഈവനിങ് ആയതുകൊണ്ട് നല്ല സൂപ്പർ വ്യൂ ആണ്. അപ്പോൾ ഇതിലൂടെ മൊത്തം ഞങ്ങൾ ഏതായാലും ഒന്ന് റൗണ്ട് അടിക്കും. എന്തായാലും എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ഇഷ്ടം പോലെ പിള്ളേരുകൾ കാര്യങ്ങൾ ഇങ്ങനെ കളിക്കുന്നു. അവർ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യുകയാണ്. ബബിൾസ് ബിഡിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിനോദം തോന്നുന്നു കേട്ടോ. പിള്ളേരെല്ലാം ഫുൾ ബബിൾസ് ബിഡിലാണ് പരിപാടി. അപ്പം ഇതാണ് പിക്നിക് സ്പോട്ട്. നമ്മൾ താഴോട്ട് ഇത് ഒരുപാടുണ്ട് കേട്ടോ. താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാനായിട്ട് ഒരുപാടുണ്ട്. ഇഷ്ടം പോലെ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എല്ലാവരും ഫാമിലിയായിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കലും അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ്. എന്തായാലും ഇവിടെ വന്നത് നഷ്ടമായില്ല. ഞങ്ങൾക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു കിടു വണ്ടി കിടക്കുന്നു. അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. ഇതിങ്ങനെ പാസഞ്ചർ ഇവിടുന്ന് ഇങ്ങനെ പബ്ലിക് പാസഞ്ചറായിട്ട് പോകുന്നതാണ് കേട്ടോ അടുത്ത സ്ഥലത്തോട്ടൊക്കെ. ഇങ്ങനത്തെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഏതായാലും അവിടെയൊക്കെ കറങ്ങി അടുത്ത ഒരു ഡിന്നർ കഴിക്കാനുള്ള സെറ്റപ്പിൽ കയറി ഒരു 2 ബിയറൊക്കെ ഓർഡർ ചെയ്ത് ഡിന്നർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാ ഡിന്നർ എത്തി. എന്തായാലും ഡിന്നർ കൊള്ളാം കേട്ടോ, അടിപൊളിയായിരുന്നു. റൈസൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ചിക്കനും വെജിറ്റബിളും അങ്ങനെ അതൊക്കെ കഴിച്ച് സുഖമായിട്ട് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീറ്റ് വീണ്ടും ആ ഓട്ടോറിക്ഷക്കാരനെ തന്നെ വിളിച്ചു. കാരണം അവൻ നമുക്ക് മെസ്സഞ്ചർ വഴി കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആളൊരു മര്യാദക്കാരനായിട്ടാണ് ഞങ്ങൾക്ക് തലേദിവസമൊക്കെ തോന്നി. അതുകൊണ്ട് അവനെ തന്നെ വിളിച്ച് രാവിലെ ഒരു 11 മണിയായപ്പോഴത്തേക്കും വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് രാവിലെ 11 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അഗ്നിപർവ്വതം പൊട്ടിയ ഒരു സ്ഥലമുണ്ട് പണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ശരിക്കും നാട്ടിലത്തെ പോലെ തന്നെ ചുരമൊക്കെയാണ്, വളവും ഒക്കെ ആയിട്ട് അങ്ങനെ എയർപിന്നാണ്. ഇവിടെ രാവിലെ സൈക്കിൾ ചവിട്ടാൻ പോകുന്നവരും ഒക്കെ അങ്ങനെയുണ്ട്. എന്തായാലും നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഈ യാത്ര സുഖമായിരുന്നു. ചെറിയ ട്രാഫിക് ഇതുണ്ടോ, ഇത് പഴയ മോഡൽ വണ്ടിയാണ്. ഇങ്ങനത്തെയൊക്കെ പല ടൈപ്പ് വണ്ടികളും ഇവിടെ കാണാറുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല ഏതൊക്കെ ടൈപ്പ് വണ്ടികളാണെന്നുള്ളത്. അതൊക്കെ 1960, 65, 75 ഉള്ള വണ്ടികളാണെന്നാണ്
നമ്മളെ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ പോകുന്ന ആ മുന്നിൽ പോകുന്ന വണ്ടിയുണ്ട്, അതിന് ട്രൈസിക്കിൾ എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുവരെയും കണ്ടോ, അതൊരു ടൂ വീലറാണ്. ടൂ വീലറിൽ എക്സ്ട്രാ ഒരു സംഭവം വെച്ചിരിക്കുകയാണ്. അതിൽ 2-3 പേർക്ക് ഇരിക്കാൻ സുഖമായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ നമ്മുടെ ഈ അഗ്നിപർവ്വതം പൊട്ടിയ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ എത്തിച്ചു. ഇത് കാണാൻ പോണെങ്കിൽ നമ്മൾ ബോട്ടിൽ അവർ കൊണ്ടുപോവാണ്. അപ്പോൾ അത് 1.5 മണിക്കൂറാവും എല്ലാം കണ്ട് തിരിച്ച് വരണമെങ്കിൽ. അപ്പോൾ അവൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല, നോ പ്രോബ്ലം, വെയിറ്റിംഗ് ചാർജ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് അതിനുള്ള പൈസയൊക്കെ പേ ചെയ്ത് ഇതാ ഞങ്ങൾ അതിൽ പോവുകയാണ്. ഇതൊരു അടിപൊളി ട്രിപ്പാണ് കേട്ടോ. 1.5 മണിക്കൂർ കൂടുതൽ എടുക്കുമെന്നാണ് പറഞ്ഞത്. അത് ഇവന് മൊത്തം ഇതിലൂടെ ഇങ്ങനെ കറക്കി. ഈ കാണുന്ന ഈ നടുക്കോടെ ഈ കെട്ടിയിട്ടേക്കും പോലെ കാണുന്നത് മീൻ വളർത്തുന്നതാണ്. അപ്പോൾ മീൻ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇഷ്ടം പോലെ ഫിലോപ്പിയ എന്ന് പറഞ്ഞ ഫിഷാണ് വളർത്തുന്നതെന്നാണ് പറഞ്ഞത്. അത് ഒരുപാടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് വളർത്തുന്നത്. അതിനകത്ത് കാണാം, അവർ തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആൾക്കാർ വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന വേണ്ടി നമുക്ക് കാണാം. എന്തായാലും ഇതൊരു അടിപൊളി ട്രിപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. വലിയ കുലുക്കവും പരിപാടികളൊന്നുമില്ല ഏതായാലും. അപ്പം അങ്ങനെ യാത്ര ഞങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരു പുള്ളി ഇരിപ്പുണ്ട്. പുള്ളി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കണ്ടോ, ഇതാണ് സംഭവം. ഇതിപ്പോൾ നമ്മൾ എത്രയോ ദൂരെ നിന്നാണ് കാണുന്നതെന്നറിയോ. എന്നിട്ട് പോലും അതിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ അടുത്തൊക്കെ ചെന്ന് കാണുവാണെങ്കിൽ എന്തായിരിക്കും. അവിടെ കയറിപ്പോയി കാണാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ അതിന് അലോഡില്ല. ഇങ്ങനെ നമുക്കിങ്ങനെ ഈ ബോട്ടിൽ ഇങ്ങനെ പോയിട്ട് കണ്ടിട്ട് തിരിച്ച് വരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇത് ചില വീടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് പകൽ ആൾക്കാർ വന്നിട്ട് ഈ മീനിന് തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടി ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മീൻ തീറ്റ കൊടുക്കുന്നവർ തീറ്റയൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്ന് ആ വീട്ടിലൊക്കെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അവർ കഴിച്ച് റെസ്റ്റ് ചെയ്ത് വൈകുന്നേരം തിരിച്ചു പോകും. ഇപ്പോൾ രാത്രിയിൽ ഇവിടെ ആരും താമസമില്ല. ഈ അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുമ്പ് ഇവിടെ ഏറെക്കുറെ 50,000 ആൾക്കാരിൽ കൂടുതൽ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ എത്ര പേരായിരിക്കും അന്ന് അല്ലേ മരിച്ചതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ. എന്തായാലും ഭയങ്കര തന്നെ. ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ടെന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ താമസം ഇപ്പോൾ ആരും ഇല്ല എന്നാണ് പറഞ്ഞത്. പകൽ മാത്രം അവരിങ്ങനെ ലഞ്ചൊക്കെ ഉണ്ടാക്കി ഫിഷിനുള്ള തീറ്റയെല്ലാം കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് അവർ വൈകിട്ട് തിരിച്ചു പോകും. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ യാത്ര അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ കാണാത്തവരുണ്ടെങ്കിൽ ഇതിലൂടെ പൊക്കോളൂ. സംഭവം വെൽ സെറ്റാണ്. നമുക്കിങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോരാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ ഈ പരിപാടിയിലാണ് തുടങ്ങിയത്. ഇനി ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി അടുത്ത വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും വ്യൂവും കാര്യങ്ങളും ഒക്കെ കിടു ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. എന്തോ ഒരു സ്ഥലം ഇങ്ങനെ കിടക്കണേന്ന് കണ്ടോ ഇത് കണ്ടോ, ക്ലോസപ്പ് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, അന്നിങ്ങനെ ഒഴുകി ഇത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ കിടക്കണേ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഇപ്പോൾ വെള്ളമെല്ലാം നല്ല ക്ലീനാണ്. ഇങ്ങനെ കണ്ട് പോകാൻ നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല. ബോട്ടായാലും വലിയ ഷേക്കും വലിയ കുലുക്കമൊന്നും ഇല്ലാണ്ട് ആണ് പോയത്. അങ്ങനെ എന്താ പറയുക, ഈ യാത്ര എത്രയോ മനോഹരമായിരുന്നു. എത്രയോ നല്ല കാഴ്ചകളായിരുന്നു. അടിപൊളി എന്ന് തന്നെ വേണം പറയാൻ. സൂപ്പർ. ഇനി ഒന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങളിതാ കണ്ട് ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് ഞങ്ങളെ കയറ്റിയ സ്ഥലത്തോട്ട് എത്തുന്നു. ഇതാണ് അവിടുത്തെ ഒരു ചെറിയ വില്ലേജും കാര്യങ്ങളൊക്കെയാണിത്. എന്തായാലും സെറ്റപ്പാണ് കേട്ടോ. അവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളേതായാലും അവിടെ കഴിക്കാൻ നിന്നില്ല. ഇതാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ വീണ്ടും നിൽക്കുന്നു. അപ്പോൾ ഓട്ടോ ചേട്ടൻ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നിടത്തേക്ക് വണ്ടി കിട്ടുന്നിടത്തേക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറി അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. ഇതാണ് അടുത്ത വണ്ടി. ഞാൻ നേരത്തെ കാണിച്ച ആ വീഡിയോയിലുള്ള വണ്ടിയിൽ ഞങ്ങളും ഒന്ന് കയറി യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത സ്പോട്ടിൽ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരെയും ബൈ.